മക്കളെ, ഈ പരിശുദ്ധാത്മാവാണ് സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി സഹിക്കാനുള്ള കൃപയും ബലവും ശക്തിയും നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ എന്നെ ധൈര്യപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ സഹന ശക്തി എനിക്ക് തരണമെന്നൊക്കെ പ്രാർത്ഥിക്കണം. മക്കളെ, നമ്മൾ ചില വിഷയങ്ങളൊക്കെ ഒരു ആയുസ് മുഴുവൻ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോൾ ഭർത്താവിന്റെ മദ്യപാനം മാറാനാണ് ഒരു ഭാര്യ ആയുസ് മുഴുവൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് വർഷങ്ങൾ 10, 20, 30 വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമില്ല. മകന് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു മാറ്റമില്ല. പക്ഷേ ചിലപ്പോ ഈ 20, 30 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് അപ്പുറം കർത്താവ് ഭർത്താവിന്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ആ ഭർത്താവിനെ സ്നേഹിക്കാനും ഭർത്താവിനെ ചേർത്ത് പിടിക്കാനും ആ കുറവുകളോടുകൂടി മനസ്സിലാക്കി ആ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള സഹന ശക്തി, പരിശുദ്ധാത്മാവിലുള്ള സഹന ശക്തി കൊണ്ട് ഒരുപക്ഷെ ആത്മാവ് നിന്നെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യേശുവിന് വേണ്ടി സഹിക്കാനുള്ള കരുത്താണ് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയ ബലവനാണെന്നറിയോ? ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ, ഏതറ്റം വരെയും യേശുവിന് വേണ്ടി സഹിക്കാൻ.